എൻ്റെ മോൻ്റെ പൈസയുണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പം ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉള്ള ആൾക്കാരാണെന്ന ആൾക്കാരെ മൈൻഡിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ എയിമിൽ പൈസയുണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. കാരണം റാംബോന്റെ എല്ലാം അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും ഓനിക്ക് ദേഷ്യം പിടിച്ച എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല അടി. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല, അന്ന് പൈസയില്ല, ചായയില്ല, ഒന്നുമില്ല. ഓന്റെ എല്ലാം ആട്ടും തുപ്പും കേട്ടിട്ട് ഓന്റെ ഷഡ്ഡി വരെ അലക്കി ചാടം നിൽക്കണം. നീ അതിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓള് ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാ, ഒന്ന് നീ അതിന്റെ ഷഡ്ഡി പോയി അലക്കുക. കാരണം ഓന്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മള് ഇത്ര തായാണ്. നമ്മളെങ്ങനെയാ അവര് കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കൾ? നമ്മളെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എന്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂന്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എന്റെ വില പോകുന്ന കേസാ. ഓന്റെ വില പോകുന്ന കേസാ പോലും എന്റെ വീടും എന്റെ. കാരണം ഉമ്മ സത്തിട്ട് പറയാൻ ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാല് ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്. അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട്, നിസ്സാര പൈസയാണ്, പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം